ഇന്നിവിടെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഒരു ചീരക്കറിയാണ്. ചീര ഉപ്പേരി കറിയല്ല, ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ ആദ്യം നമ്മൾ നമ്മുടെ ചട്ടി ഏതാണ്, ചട്ടി വെച്ച് ചട്ടി ചൂടാക്കി നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എന്താണ് ഓയിൽ ഒഴിക്കുന്നത്, ആ ഓയിൽ ഒഴിക്കാം. ഇവിടെ ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആദ്യം കടുക് പൊട്ടിക്കുക. അതാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. ഒരു ഉപ്പേരിയോ ഒരു തോരനോ നമ്മൾ വയ്ക്കുമ്പോൾ ആദ്യം കടുകിട്ട് പൊട്ടിക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ് അത് മൂപ്പാവുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉള്ളി, ഇവിടെ ഞാൻ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയിട്ട് അത് മൂപ്പിക്കുക. നമുക്ക് പാകമാകുമ്പോൾ അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, നമുക്ക് എത്രയാണോ മുളക് പൊടി ആവശ്യമുള്ളത് ആ മുളക് പൊടി അതിലേക്ക് ഇടാം. ഞാൻ മുളക് പൊടിയോടൊപ്പം അതിലേക്കുള്ള ഉപ്പും ചേർക്കാറുണ്ട്. ഉപ്പുപൊടിയും ഞാൻ ചേർക്കാറുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചീരയാണ് തോരനായിട്ടെടുക്കുന്നത്. സാധാരണ പച്ചച്ചീരയല്ല, സാമ്പാർ ചീര എന്ന് പറയും. ആ ചീരയും നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഞാൻ ചേർത്തു. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ചീര, കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർക്കാം. ചീര മഴക്കാല സമയമായ കാരണം അതിനകത്ത് വെള്ളമുണ്ട്. ചീര നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് തുറന്ന് വെച്ച് വേണം വേവിക്കാനായിട്ട്. പെട്ടെന്ന് വെന്ത് ശരിയാവും, പക്ഷേ തുറന്ന് വയ്ക്കണം. മഴക്കാലമായ കാരണം ജലാംശം കൂടുതലാണ് ചീരയിൽ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീരത്തോരൻ റെഡിയാണ്. ഇത് സാധാരണ പച്ചച്ചീരയല്ല, നമ്മൾ സാമ്പാർ ചീര എന്നറിയപ്പെടുന്ന ചെറിയൊരു വയലറ്റ് പൂ ഉണ്ടാകുന്ന ചീരയാണ്. അതിൻ്റെ ഇളം തണ്ടും നമുക്ക് അത് ചീരയുടെ ഇലയോടൊപ്പം അരിഞ്ഞ് ചീരത്തോരന് ഉപയോഗിക്കാം. വിഷമില്ലാത്ത വീട്ടിൽ വളർത്തുന്ന സാധാരണ ചീരയുടെ ഒരു തോരനാണ്. സ്ഥിരം ഞാൻ വീട്ടിൽ വയ്ക്കാറുള്ള ഒരു ചീരയുടെ തോരനാണ് ഞാനവിടെ കാണിച്ചിരിക്കുന്നത്.